നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് ശേഷം ബിജെപിയും എൻഡിഎയിലെ സഖ്യകക്ഷികളും 100 സീറ്റുകളിൽ ജയിക്കുമെന്ന് ഉറപ്പായി എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എൻഡിഎയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ 400 സീറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കാനാകും എന്നുകൂടി അമിത്ഷാ അവകാശപ്പെടുന്നു. ഗോഹട്ടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമിത്ഷാ ഈ ഒരു സീറ്റിന്റെ കണക്കിനെ കുറിച്ച് വാചാലനായത്. ജനങ്ങളുടെ ആശീർവാദത്തോടും പിന്തുണയോടും കൂടി 400-ലധികം ലോക്സഭാ സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ബിജെപി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആഭ്യന്തര വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബിജെപിയും അതിന്റെ സഖ്യകക്ഷികളും രണ്ടാം ഘട്ട വോട്ടെടുപ്പോടുകൂടി 100 സീറ്റുകൾ കടന്നിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് മികച്ച പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ഗോഹട്ടിയിൽ എത്തിയ അമിത്ഷാ ഗോഹട്ടി സ്ഥാനാർത്ഥി ബിജുലി കലിത മേധിക്ക് വേണ്ടി റോഡ് ഷോ നടത്തിയിരുന്നു. അസമിലെ 14-ൽ 11 സീറ്റുകളിലും ബിജെപി മത്സര രംഗത്തുണ്ട്. സഖ്യകക്ഷികളായ അസോം ഗണ പരിഷത്ത്, പാർബേട്ട, ദുബ്രി സീറ്റുകളിലും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി, ലിബറൽ, കെഗ്രോൾ സീറ്റിൽ കൂടി മത്സരിക്കുന്നുണ്ട്. അസം മാത്രമല്ല, മറിച്ച് പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ വിജയം ബിജെപിയും എൻഡിഎയും നേടുമെന്നുകൂടി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ബിജെപിയുടെ ആഭ്യന്തര വൃത്തങ്ങൾ, അതായത് അവരുടെ നേതൃനിരയിലുള്ള ആളുകളുടെ കണക്കുകൂട്ടലിനെ കുറിച്ചാണ് അമിത്ഷാ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 100 സീറ്റുകൾ ഈ 2 ഘട്ടങ്ങളിലായി ഉറപ്പിക്കാൻ ബിജെപിക്കും സഖ്യകക്ഷിക്കും സാധിച്ചിരിക്കുന്നു എന്ന് തന്നെ അമിത്ഷാ പറയുമ്പോൾ ഇനിയും 5 ഘട്ടം മുന്നിലുണ്ട്. ഇതിലൂടെ തങ്ങളുടെ സ്വപ്നത്തിലേക്ക് തങ്ങൾ നടന്നെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷ കൂടിയാണ് ബിജെപി പ്രവർത്തകരോട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.